എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ സൗമ്യ സര്. നിങ്ങളുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ അയൽപ്പക്കത്തുള്ള ഇതുപോലൊരു വാവ, ഏകദേശം 1-1.5 വയസ്സിനുള്ളിലുള്ള ഒരു വാവ, ആ കുഞ്ഞിന് തൊണ്ടയിൽ എന്തെങ്കിലും കുടുങ്ങിയിട്ട് ആ ഒരു വെപ്രാളത്തിൽ നിങ്ങൾ ആ കുട്ടിയെ കാണുകയാണ്. എന്താണ് ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് നമുക്ക് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുക? അതാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാർത്തയാണ് കുഞ്ഞ് പാല് തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു, അല്ലെങ്കിൽ കുഞ്ഞ് റംബൂട്ടാൻ പഴം തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളിപ്പാട്ടത്തിന്റെ സംഭവം. കാരണം ഈ ഒരു 8-9 മാസം ആകുമ്പോഴേക്കും കുട്ടികൾ ഇങ്ങനെ ഇഴഞ്ഞു തുടങ്ങും, അല്ലെ? അവർ മുട്ടുകുത്തിയിട്ടോ ഇഴഞ്ഞിട്ടൊക്കെ എല്ലാ സ്ഥലത്തേക്കും എത്തും. 1 വയസ്സ് 1-1.5 വയസ്സ് പറഞ്ഞാൽ പറയും വേണ്ട. അപ്പൊ ഈ നിലത്ത് കിടക്കുന്ന പല സംഗതികളും കാണാനും വായിലിടാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള അപകടങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നതുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയില്ല എപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു കുട്ടിയെ കാണേണ്ടി വരിക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വരെ സാധിച്ചേക്കാം. അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. മുമ്പേ ഞാൻ CPR വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ബേസിക് ലൈഫ് സപ്പോർട്ടാണ്. അതായത് മെഡിക്കൽ പ്രൊഫഷണൽസ് മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു ടെക്നിക്കാണ്. സോ അതുകൊണ്ട് നിങ്ങൾ ഇത് കണ്ട് പഠിച്ച് മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കണം. അപ്പോൾ ആദ്യം തന്നെ പറയുന്നത്, കുഞ്ഞിന്റെ പ്രായം എന്ന് പറയുന്നത് ഏകദേശം ഒരു 1-1.5 വയസ്സിന് താഴെ. കാരണം ഏകദേശം ഈ ഒരു വലുപ്പം, നിങ്ങളിപ്പോൾ ഈ ഒരു കുഞ്ഞിന്റെ ശരീര വലുപ്പം കാണുന്നില്ലേ? അതായത് നമുക്ക് കയ്യിൽ ഇത്തരത്തിൽ പിടിക്കാൻ പറ്റുന്ന ഒരു വലുപ്പമാണ് കുഞ്ഞിന് വേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കുഞ്ഞ് തൊണ്ടയിൽ എന്തോ കുടുങ്ങി റെസ്പോൺസീവായിട്ട് കുട്ടിയായിരിക്കണം. ബോധം പോകാൻ പാടില്ല. തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം കിട്ടാതെ വെപ്രാളപ്പെടുന്ന ഒരു കുഞ്ഞ്, അതാണ് നമ്മുടെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത്, ഒരിക്കലും നമ്മൾ വെപ്രാളപ്പെടരുത്. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരത്തിൽ പറ്റിപ്പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് വെപ്രാളപ്പെടും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ കാമായിട്ടാണ് ആ കുഞ്ഞിനെ നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. ഇത്തരത്തിൽ എവിടെയെങ്കിലും ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക. ആ കുട്ടിയെ, ആ ശ്വാസം കിട്ടാതെ പിടയുന്ന കുട്ടിയെ നമ്മുടെ കയ്യിലെടുത്ത് ആദ്യം തന്നെ, ഇപ്പം ഞാൻ റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, അതുകൊണ്ട് ഞാൻ ആ കുഞ്ഞിനെ ഇടത് കൈയിലാണ് എടുക്കുന്നത്. എന്നിട്ട് ഇത്തരത്തിൽ തല കീഴെ പിടിക്കുക. ഈ പിടിക്കുന്നതിനൊരു രീതിയുണ്ട്. നിങ്ങൾക്ക് ഈ എൻ്റെ ഇടത് കയ്യിൽ ഞാൻ ആ കുട്ടിയെ പിടിച്ചിരിക്കുന്ന രീതി ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഒരിക്കലും ഇങ്ങനെ പിടിക്കരുത്. അതായത് കുഞ്ഞിൻ്റെ മൂക്കും വായയും മുഖവും ഒക്കെ ഇങ്ങനെ കംപ്ലീറ്റ് കവർ ചെയ്തിട്ടല്ല നമ്മൾ പിടിക്കേണ്ടത്. ഇത്തരത്തിൽ വായും മൂക്കും ഫ്രീ ആവുന്ന രീതിയിൽ ഇത്തരത്തിൽ കഴുത്തിലാണ് പിടിക്കേണ്ടത്. ഓക്കെ. എന്നിട്ട് നമ്മുടെ കയ്യിൽ കംപ്ലീറ്റ്ലി ആ കുട്ടിയുടെ ബോഡി താങ്ങുന്ന രീതിയിലാണ്, കുഞ്ഞിൻ്റെ തല താഴെയും കാലുകൾ മേലിലും ആവുന്ന രീതിയിൽ തല കീഴായിട്ടാണ് ഇതാ. കണ്ടല്ലോ? ഈ രീതിയിൽ നമ്മുടെ കയ്യിൽ ഇത്തരത്തിൽ കിടത്തുക. നമ്മളെങ്ങനെ ഇരിക്കുകയാണ് വേണ്ടത്. ഈ രീതിയിൽ കുഞ്ഞിനെ കിടത്തി കുഞ്ഞിൻ്റെ ബാക്കിൽ 5 ബാക്ക് സ്ലാപ്പുകൾ കൊടുക്കുക. നമ്മുടെ കയ്യിൻ്റെ ഈ പാം ഭാഗം വെച്ച് ഈ ഭാഗത്ത് കുഞ്ഞിൻ്റെ 2 ഷോൾഡർ ബോണിൻ്റെ ഈ നടുക്കായിട്ട് 1 2 3 4 5 ഈ ബാക്ക് സ്ലാപ്പ് കൊടുക്കുന്നതിനൊരു രീതിയുണ്ട്. നമ്മളിങ്ങനെ ഇങ്ങനെയല്ല തല്ലുന്നത്. ഞാൻ ചെയ്ത രീതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയാണ്. അതെന്തിനാണ്? നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ തൊണ്ടയിലോ വായിലോ ഈ ഭാഗത്ത് കുടുങ്ങിയിരിക്കുന്ന വസ്തു അതെന്തായാലും പുറത്തേക്ക് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന 5 ബാക്ക് സ്ലാപ്പുകൾ ഇത്തരത്തിൽ മുന്നോട്ട്, ഡയറക്ഷൻ ഇങ്ങനെ മുന്നോട്ടായിരിക്കണം. മനസ്സിലായില്ലേ? ഒരിക്കലും ഇങ്ങനെ തല്ലരുത്. 1 2 3 4 5 5 ബാക്ക് സ്ലാപ്പ് കൊടുത്തു. അതിനുശേഷം ഈ ബാക്ക് സ്ലാപ്പ് കൊടുത്ത വലത് കൈയിൽ ഇത്തരത്തിൽ കുഞ്ഞിനെ ഇത്തരത്തിൽ നേരെ തിരിക്കുക. മനസ്സിലായില്ലേ? തിരിച്ച് ഇങ്ങനെ ഫേസ് മുകളിലേക്കാക്കി കടത്തുക. ഇനി ചെയ്യേണ്ടത് നമ്മൾ 5 ചെസ്റ്റ് ത്രസ്റ്റുകൾ കൊടുക്കുക എന്നതാണ്. ഈ 2 നിപ്പിളിന് ഇടയിലായിട്ട്, നടുക്ക് മധ്യത്തിലായിട്ട് നമ്മുടെ ഇടത് കൈയിൻ്റെ പാം ഭാഗം കൊണ്ട് ഇത്തരത്തിൽ 5 ചെസ്റ്റ് ത്രസ്റ്റ്. നമ്മൾ പിന്നിൽ കൊടുത്ത് ബാക്ക് സ്ലാപ്പ്, ഇത് ചെസ്റ്റ് ത്രസ്റ്റ് കൊടുക്കേണ്ട രീതി ഇതാണ്. 1 2 3 4 5. ഓക്കെ. ഇതേ രീതിയിൽ റിപ്പീറ്റ് ചെയ്യുക. 1 2 3 4 5 ഇരിക്കുക. 1 2 3 4 5. ഇത് എത്ര നേരം നമ്മൾ റിപ്പീറ്റ് ചെയ്യണം? കുഞ്ഞ്, ഞാൻ പറഞ്ഞല്ലോ, റെസ്പോൺസീവ് ആയിട്ടുള്ള, അതായത് ബോധമുള്ള കുഞ്ഞാണ്. ഒന്നുകിൽ കുഞ്ഞിൻ്റെ വായിലൂടെ ആ വസ്തു എന്താണെങ്കിലും അത് തെറിച്ചു പോകണം. അതാണ് നമ്മുടെ ഉദ്ദേശം. എങ്കിൽ തിരിച്ചു പോയി കഴിഞ്ഞാൽ അത് സക്സസ്ഫുൾ ആയി, നമ്മൾ ചെയ്യുന്നത് സക്സസ്ഫുൾ ആയി, കുഞ്ഞ് നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു വരും. അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ഒരു പരിപാടി നിർത്താം. അല്ലെങ്കിൽ കുഞ്ഞ് അൺറെസ്പോൺസീവ് ആവണം. അതായത് ബോധമുണ്ടായിരുന്ന കുഞ്ഞ് ബോധം നശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകണം. ആ അവസ്ഥയിൽ നമ്മൾ ഒരിക്കലും ഇത് കണ്ടിന്യൂ ചെയ്യരുത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് CPR ആണ്, കാർഡിയോ പൾമിനറി റിസസിറ്റേഷൻ ആണ്. സോ ഒന്നുകിൽ കുഞ്ഞിൻ്റെ വായിൽ കൂടെ ആ വസ്തു പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ കുഞ്ഞ് അൺറെസ്പോൺസീവായിട്ട് ബോധം പോകുന്നു. ആ ഒരു അവസ്ഥയിൽ നമുക്ക്
ബോധം പോകുന്ന അവസ്ഥയിൽ നമ്മൾ CPR ആണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇത്തരത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിന്റെ വായ നോക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വസ്തു വായയിൽ വന്നിരിക്കുന്നുണ്ടോ എന്ന് അറിയാനാണ്. ഒരിക്കലും നിങ്ങൾക്ക് വായയിലൊന്നും കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ വെറുതെ കൈയിട്ടിട്ട് ഇങ്ങനെ ആക്കരുത്. അതായത് എന്തെങ്കിലും ഉണ്ടോ എന്ന് കിട്ടുമോന്ന്. അത് ഗുണത്തെക്കാളേറെ ദോഷ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും ഇങ്ങോട്ട് പുറത്തേക്ക് വരാനുള്ള സംഭവം നമ്മൾ കൈയിട്ടാൽ അത് വീണ്ടും ഉള്ളിലേക്ക് പോകും. അപ്പോൾ ഒന്നും കാണാനില്ലെങ്കിൽ നിങ്ങൾ കൈയിട്ട് ഇങ്ങനെ ഇളക്കരുത്. നിങ്ങൾക്ക് വായിൽ കൃത്യമായിട്ട് ആ വസ്തു കാണാം, സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് അത് എടുത്തു മാറ്റാം എന്ന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം സുരക്ഷിതമായിട്ട് ആ വസ്തു എടുത്തു മാറ്റുക. അപ്പം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വായിൽ നോക്കണം, ആ വസ്തു അവിടെ വന്ന് തങ്ങി നിൽക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അത് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുഞ്ഞിനെ ഇങ്ങനെ നമ്മൾ മലത്തി കടത്തി ചെസ്റ്റ് ടെസ്റ്റ് കൊടുക്കുമല്ലോ, ആ സമയത്ത് വായിലേക്ക് നോക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ പാനിക് ആവാതെ ഈ ഒരു ടെക്നിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്വാഭാവികമായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരും, എങ്ങനെയാണ് അപ്പോൾ കുട്ടി അൺകോൺഷ്യസ് ആയി, അപ്പോൾ CPR കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. വലിയ ആളുകളുടെ CPR നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. അപ്പോൾ എങ്ങനെയാണ് കുട്ടികൾക്ക് CPR കൊടുക്കുക? നമ്മൾ നെക്സ്റ്റ് വീഡിയോ, ഇത് കഴിഞ്ഞ് ഞാൻ 1-2 ദിവസത്തിൽ കുഞ്ഞുങ്ങൾക്ക്, ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് CPR കൊടുക്കേണ്ടതെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോ നമ്മൾ അതാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഇങ്ങനെയുള്ളൊരു കുഞ്ഞിന് CPR കൊടുക്കേണ്ട കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. അപ്പോൾ ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും, നമ്മുടെ വീട്ടിൽ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ നിങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു കുട്ടിക്ക് ഈ ഒരു അവസ്ഥ വരിക. അപ്പോൾ അതൊരു ലൈഫ് സേവിങ് സ്കില്ലാണ്. എല്ലാവരും പഠിക്കുക, മാക്സിമം പേരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. താങ്ക് യു.